ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ചിന്താസ് ഫ്ലോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷം മാർച്ച് 10 അവർ മാറ്റി വയ്ക്കുന്നു. ചെന്നൈയിൽ അതിൻ്റെ സ്റ്റുഡിയോ വർക്കിന്റെ കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ലാലേട്ടന്റെ ഡേറ്റ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ് മാർച്ച് 10 ബിഗ് ബോസ് മാറ്റിയത്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു, ഒരുപാട് മത്സരാർത്ഥികളുടെ ലിസ്റ്റ് വന്നു, ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വന്നു. നിങ്ങൾ തന്നെ ചോദിച്ചു, ഇത് 1000-2000 പേരൊക്കെ പങ്കെടുക്കുന്ന ബിഗ് ബോസ് ആണോ? ശരിക്കും ബിഗ് ബോസിൽ 18 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 18 പ്ലസ് വൈറ്റ് കാർഡായിട്ട് 2-3 പേരൂടെ ഉണ്ടാവും. ഈ 18-ല് 16 പേരും ഓരോരോ കാറ്റഗറീസ് ആണ്. ഇപ്പോൾ ആക്ടിങ് ഫീൽഡ്, TV ഫീൽഡ്, മൂവി ഫീൽഡ്, കോമഡി, ബോഡി ബിൽഡിങ്, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ്, സിംഗർ, ഡാൻസർ, അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണ് ഓരോ മത്സരാർത്ഥികളെ ഇവർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ കോമൺ കാറ്റഗറിയിൽ നിന്ന് ഒരു മെയിൽ മത്സരാർത്ഥിയും ഒരു ഫീമെയിൽ മത്സരാർത്ഥിയും സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഓഡീഷൻ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുകയാണ്. സെക്കൻഡ് ഓഡീഷൻ ഇനി ഒരുപാട് ഫസ്റ്റ് ഓഡീഷനിൽ കോൾ ലഭിച്ച പലർക്കും സെക്കൻഡ് ഓഡീഷനിൽ കോൾ ലഭിച്ചില്ല എന്ന് പറയുന്നു. 1800-ലധികം ഏതാണ്ട് 2000-ഓളം ആളുകളെയാണ് ആദ്യത്തെ ഓഡീഷനിൽ അവർ സൂം മീറ്റിംഗ് വഴി ഇന്റർവ്യൂ ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ഇന്റർവ്യൂവിലും ഭൂരിപക്ഷം ആളുകളെയും സൂം മീറ്റിംഗ് വഴി തന്നെയാണ് അവർ ചെയ്തത്. ഏതാണ്ട് 110 പേരെയാണ് സെക്കൻഡ് ഓഡീഷനിലേക്ക് അവർ സെലക്ട് ചെയ്തതും ഇന്റർവ്യൂ ചെയ്തതും. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ചെയ്യുന്ന ഒരു 10 പേരെയാണ് മൂന്നാമത്തെ ഇന്റർവ്യൂവിൽ അവർ ചോദ്യങ്ങളും ആയിട്ട് സമീപിക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 2 പേരെയാണ് അവർ നമ്മുടെ ബിഗ് ബോസിലേക്ക് വിടുന്നത്. ഇതാണ് കോമണൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ. ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്ന മത്സരാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഒരു 80% കൺഫേം ആയിട്ടുള്ള ഒരു 16 പേരുടെ ലിസ്റ്റുമായിട്ടാണ്. 16 പേരെന്ന് വെച്ചാൽ ഈ 16 പ്ലസ് 2 കോമൺ കാറ്റഗറിയിലുള്ള 2, അങ്ങനെ 18 പേരാണ് വരുന്നത്. അപ്പോൾ 16 മത്സരാർത്ഥികളുടെയും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് ഞാനാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇത് മറ്റൊരു ചാനലുകാരും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. കാരണം അവരൊക്കെ ഓരോ പ്രഡിക്ഷൻസ് മാത്രം പറഞ്ഞു പോവുകയാണ് നിലവിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ ജിഷിൻ മോഹൻ എന്ന് പറയുന്ന സീരിയൽ ആക്ടറാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്. രണ്ടാമതായിട്ട് ബിനോയ് വർഗീസിന്റെ ഫോട്ടോ ലഭ്യമല്ല. ബിനോയ് വർഗീസ് ഈ TV ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് മാത്രമേ നമുക്ക് ലഭ്യമുള്ളൂ. മൂന്നാമത് ബിനീഷ് ബാസിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് ബീന ആന്റണിയും ഒരു പെർഫോമറാണ്, ഒരു ആക്ട്രസ് ആണ്. അവരും ഇപ്പോൾ സീരിയൽ രംഗത്ത് നന്നായിട്ട് ശോഭിക്ക് നിൽക്കുകയാണ്. അഞ്ചാമതായിട്ട് ധന്യന്റെ ഫോട്ടോ നമുക്ക് ലഭ്യമല്ല. ധന്യ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നുള്ള വിവരവും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആറാമതായിട്ട് ഷാലുപ്പിയ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം മൂവി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് സെലക്ട് ആയിട്ടത്. മൂവി മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളൊക്കെ തന്നെയാണ്. അദ്ദേഹം ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കോൺട്രവേഴ്സിയിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഫെയിം ആയിരുന്നു. ആ ഒരു ഫെയിം തന്നെയാണ് ഷാലു പിയാടിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏഴാമതായിട്ട് സായി കൃഷ്ണ എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. സീക്രട്ട് എന്ന് പറഞ്ഞ യൂട്യൂബറിന്റെ പേരാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞത്. സായിനെയും കഴിഞ്ഞ സീസണിൽ കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സായിനെ വിളിച്ചിട്ടില്ലായിരുന്നു. ഈ സീസണിലേക്ക് സായി സെലക്ട് ആയിരിക്കുന്നു. എട്ടാമതായിട്ട് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ്. നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലല്ല ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ്. ഒമ്പതാമതായിട്ട് അമേയ മാത്യു എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് അമേയാണ്. അമേയുടെ ഫോട്ടോ നമുക്ക് നിലവിൽ ലഭ്യമല്ല. പത്താമതായിട്ട് അഖിലാനന്ദ് എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ടറാണ്. അദ്ദേഹം ഏഷ്യാനെറ്റ് തന്നെ വിവിധ സീരിയലുകൾ അഭിനയിക്കുന്നുണ്ട്. 11ാമതായിട്ട് ഡയാന ഹമീദ് നിലവിലെ ആങ്കറാണ്. അത് അവരും ഒരു ടെലിവിഷൻ താരം തന്നെയാണ്. 12ാമതായിട്ട് രാജീവ് പരമേശ്വരൻ എന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ ഇപ്പൊ അവസാനിച്ച സീരിയലിലെ മെയിൻ ക്യാരക്ടർ റോൾ ചെയ്ത ഒരു ആക്ടറാണ് രാജീവ് പരമേശ്വരൻ. 13ാമതായിട്ട് അജ്മൽ ഖാൻ ഒരു മോഡലാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ബിസിനസ് ചെയ്യുകയാണ്. അദ്ദേഹമാണ് നമ്മുടെ 13ാമതായിട്ട് കൺഫേം ആയിട്ടുള്ളത്. 14ാമതായിട്ട് അമല ഷാജി ഇൻഫ്ലുവൻസറാണ്. അമല ഷാജി കഴിഞ്ഞ സീസണിലും വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവസാന നിമിഷം അമല ഷാജിയുടെ പേര് മാറിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ സീസണിൽ അമല ഷാജി ഉണ്ടെന്ന് പറയപ്പെടുന്നു.
15-ാമതായിട്ട് ജാസ്മിൻ ജാഫർ ഒരു ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. യൂട്യൂബിൽ ഒരുപാട് വൈറൽ കണ്ടന്റുകളൊക്കെ ചെയ്ത് വൈറലായി നിൽക്കുന്ന ഒരു താരമാണ്. 16-ാമതായിട്ട് കലാഭവൻ നവാസ് ഒരു സിനിമ ആക്ടറാണ്. അദ്ദേഹത്തെ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന ഒരു ആക്ടറാണ് കലാഭവൻ നവാസ്. ഇങ്ങനെ ഈ 16 പേരുടെ ലിസ്റ്റ്, 16 പേരും ഏതാണ്ട് 80% കൺഫേം ആണ്. ഇതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ 1-2 പേരുടെ കാര്യത്തിൽ സംഭവിച്ചേക്കാം, പകരം പുതിയ ആളുകളെ ആഡ് ആക്കിയേക്കാം. എന്നാൽ ലാസ്റ്റ് വരെ നമുക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയ വിവരം അനുസരിച്ച് ഈ 16 പേരുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 17-18 മൊത്തത്തിൽ 18 മത്സരാർത്ഥികൾ, ഇനി 2 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് വരാറുണ്ട്. ആ 2 മത്സരാർത്ഥികൾ കോമണേഴ്സ് ആണ്, ഒരു മെയിൽ ഒരു ഫീമെയിൽ കോമണർ മത്സരാർത്ഥി ആയിരിക്കും. പിന്നെ വരാവുന്നത് വൈൽഡ് കാർഡാണ്. വൈൽഡ് കാർഡിന്റെ വിവരങ്ങൾ കിട്ടുന്ന അനുസരിച്ച് അത് സെലക്ട് ചെയ്യുന്ന ആളുകളെ തന്നെ കുറച്ച് വൈൽഡ് കാർഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവർ വിളിച്ച് വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ സമയം വൈറലായിട്ടുള്ള പേഴ്സൺ, ഇപ്പൊ ജസ്ല മാടശ്ശേരിനെയൊക്കെ വിളിച്ചത് ആ സമയം ജസ്ലയൊക്കെ വൈറലായി നിന്നതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ വൈറലായിട്ടുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്തു അവരെയും ചിലപ്പോൾ വൈറ്റ് കാർഡായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ 18 പേരിൽ 16 മത്സരാർത്ഥികളുടെ കൺഫേം ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇതിനകത്ത് ചില ആളുകളുടെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. സമ്പൂർണ്ണമായിട്ടും ഇത് തന്നെ നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന ലിസ്റ്റ് ചിലപ്പോൾ ഔട്ട് ആയി കഴിഞ്ഞാൽ അവർ മത്സരാർത്ഥികളെ ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 80% ഉറപ്പ് പറയുന്നത്. കാരണം ഇതിന് ചിലപ്പോൾ മത്സരാർത്ഥികളെ മാറ്റും. കഴിഞ്ഞ സീസണിൽ അമല ഷാജി അവസാനം വരെ ഉണ്ടായിട്ട് അമല ഷാജിയെ മാറ്റി. അതുപോലെ തന്നെ പല ആളുകളെയും മാറ്റാനും എടുക്കാനും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കയറ്റാനുള്ള സാധ്യതയൊക്കെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരിലേക്ക് വിവരങ്ങൾ എത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക.